friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ലോലിപോപ്പ് ആണ്. സോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെജ് സ്റ്റാർട്ടർ കൂടിയായ പൊട്ടറ്റോ ലോലിപോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പൊട്ടറ്റോ ലോലിപോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോയും കുറച്ചൊരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങും ഞാൻ ഒരു 5 വിസിൽ കുക്കറിൽ അടുപ്പിച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് ഉപ്പിട്ടിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് സ്മാഷ് ചെയ്യണം ഇത്. അപ്പം ഇത് ഞാനിവിടെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടറ്റോ. ഇതിനകത്തോട്ട് ഞാൻ വളരെ സ്മോളായിട്ട് ഫൈൻലി ചോപ്ഡായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒരു സവാള ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ബ്രെഡ് ക്രാംസ് ആണ്. ഇത് ഞാനൊരു 2 ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. അതുകൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വേണമെങ്കിൽ മുളക് പൊടി നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ കുറച്ച് എരിവ് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നമുക്ക് കോൺഫ്ലോറോ മുട്ടയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് തിന്നും അല്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പം ഞാനിവിടെ ബാറ്റർ ആക്കി വെച്ചിട്ടുണ്ട് മൈദ കൊണ്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രാംസ് ആണ്. ഇത് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രാംസും എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ കുറച്ച് കയ്യിൽ എണ്ണ തടവണം. കാരണം എണ്ണ തടവിയിട്ടില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റും. എന്നിട്ട് ഒരു ചെറിയ അതിനകത്ത് കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുളയാക്കി എടുക്കണം. ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിപ്പോൾ സർക്കിൾ ഷേപ്പിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇത് മൈദയുടെ മാവിലോട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രാംസിലോട്ട് ഇതിടാം. ഇതിൻ്റെ കോട്ടിംഗ് ആണിത്. അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ ലോലിപോപ്പ് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഓരോന്നായിട്ട് ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം. അടുത്ത കുറച്ചെടുക്കുക ഇതിനകത്തുനിന്ന്. ഇതുപോലെ തന്നെ ഉരുളയാക്കുക. പിന്നെ അതിനകത്തോട്ട് മൈദയുടെ ഇതിലോട്ട് നമ്മളിത് മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ കയ്യിലൊന്നും ആവില്ല. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് കുറച്ച് ടൈം പിടിക്കും. പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രാംസിലോട്ട് ഇതാക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വെക്കുക. അപ്പം ഞാനിവിടെ എല്ലാം തന്നെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ മിക്സ് ഇട്ട് കൊടുക്കുവാണ്. നമ്മളെപ്പോഴും ഒന്നുകിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 2 സൈഡും ആവണം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്രെഡ് ക്രാംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടാകുമ്പം നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഇത് ഇട്ട് കൊടുക്കണം 2 സൈഡും. ഇത് 2 സൈഡും നന്നായിട്ട് ആവട്ടെ. ഇപ്പോൾ ഇത് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
പൊട്ടറ്റോ ലോലിപോപ്പ് ഇവിടെ ഒരു സെറ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സെറ്റും കൂടെ ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ് ഇത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്